നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ ആണ് ബിറ്റ്വീൻ വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഇവിടെ 3 ഡെഫിനേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 2 സിമിലർ ആണ്. അപ്പോൾ ആദ്യത്തെ ഡെഫിനേഷൻ എന്താണ്? 2 വെക്ടേഴ്സ് എയും ബിയും, വെക്ടർ എ വെക്ടർ ബി, 2 വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നൊട്ടേഷൻ ഇൻറ്റു പോലെ തന്നെയാണ്, പക്ഷെ വായിക്കുന്ന എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. എ ക്രോസ് ബി ഡെഫിനേഷൻ, ഫസ്റ്റ് ഡെഫിനേഷൻ എന്താണ്? നോം ഓഫ് എ, അതായത് എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ, again norm of b into sin theta. Theta is the angle between a and b. Then എന്താണ്? ഒരു യൂണിറ്റ് വെക്ടർ n ക്യാപ്പും കൂടി ഉണ്ട്. n ക്യാപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഓർത്തോഗണൽ ടു എ ആൻഡ് ബി. അതായത് എയും എടുക്കുന്ന, നമ്മൾ ചൂസ് ചെയ്യുന്ന എയും ബിയും കിടക്കുന്ന ലൈനിൽ ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് n. അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ അറിയണം, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് വെക്ടർ അറിയണം, അല്ലെ? അപ്പൊ നമുക്ക് ഈ കാർട്ടീഷ്യൻ ഡെഫിനേഷനും കൂടി മനസ്സിലാക്കി വെക്കാം, അല്ലെ? അപ്പൊ അതാണ് ഇത്. ഈ രണ്ടാമതും മൂന്നാമതും പറയും, ഇത് സിമിലർ ആണ്, രണ്ടും സിമിലർ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്താണ് ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ 2 വെക്ടേഴ്സ് ആണ് ഇത്. A1 എ എന്ന് പറയുന്നതാണ് A1i പ്ലസ് A2j പ്ലസ് A3k. ബി എന്ന് പറയുന്ന വെക്ടേഴ്സ് ആണ് B1 B2 B3 എന്ന് തന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വെക്ടർ ഡിറ്റർമിനന്റ് ഫോമിൽ പഠിച്ചു വെക്കാം. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നത്. ഡിറ്റർമിനന്റ് ആണ് ഇത്, മോഡുലസ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ എപ്പോഴും IJK, അതിൽ മാറ്റമൊന്നുമില്ല, എപ്പോഴും എന്തായിരിക്കും? IJK ആയിരിക്കും. രണ്ടാമത് ഫസ്റ്റ് വരുന്ന വെക്ടർ ഏതാണോ, ശ്രദ്ധിക്കണം, ഫസ്റ്റ് വരുന്ന വെക്ടർ ഏതാണോ അതിന്റെ I കമ്പോണന്റ് ഐയുടെ താഴെ എഴുതുക, J കമ്പോണന്റ് ജെയുടെ താഴെ എഴുതുക, എ കമ്പോണന്റ് കെയുടെ താഴെ എഴുതുക. ഇവിടെ A1 A2 A3 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി ബി എന്ന് പറയുന്നത് B1 B2 B3 ആണ്. അപ്പൊ ബിയുടെ I കമ്പോണന്റ് B1 ആണ്. അപ്പൊ രണ്ടാമത് വരുന്ന ഏതാണോ അടുത്ത റോ എഴുതും. എന്നിട്ട് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. നമുക്കിത് ചെയ്യാൻ അറിയാലോ. ഫസ്റ്റ് ഒരു 3/3 ഡിറ്റർമിനന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? I എഴുതുന്നു. ദെൻ അല്ലെ ഐയുടെ റോയും കോളും ഒഴിവാക്കുക, ഐയുടെ റോയും കോളും ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ കിട്ടുന്നത് A1 B3 സോറി A2 B3 മൈനസ് ഏതാണ്? A3 B2, അല്ലെ? മൈനസ് J ഇൻറ്റു, ഇത് തന്നെയാണ് മുകളിൽ കിട്ടിയിരിക്കുന്നത്. ഈ എക്സ്പാൻഷൻ തന്നെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. I ഇൻറ്റു A2 B3 മൈനസ് A3 B2, അല്ലെ? മൈനസ് J ഇൻറ്റു, അല്ലെ? സെയിം ഡെഫിനേഷൻ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ 3/3 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ മോൾ ഡെഫിനേഷൻ. ഇപ്പൊ ഈ മോളത്തെ ഡെഫിനേഷൻ പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മൾ A2 B3 A3 B2 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഏറ്റവും എളുപ്പം എന്താണ്? ഈ ഡിറ്റർമിനന്റ് ഫോമിൽ മനസ്സിലാക്കി വെക്കുകയാണ്. എന്നിട്ട് പ്രോബ്ലം വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് താഴെ ഒരു പ്രോബ്ലം നോക്കാം. എ തന്നിട്ടുണ്ട്, ദെൻ ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് കാണണം. സോ നമുക്ക് എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്രോസ് ബി കാണാൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എഴുതാം. ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോ എന്തായിരിക്കണം? എപ്പോഴും IJ ആയിരിക്കണം, ഒരു മാറ്റവും ഇല്ല. ദെൻ ഫസ്റ്റ് വെക്ടർ ഏതാണോ നോക്കുക. ഫസ്റ്റ് എഴുതിയ വെക്ടർ എ ആണ്. അപ്പൊ എയുടെ കമ്പോണൻസ് ആരൊക്കെയാണ്? ഐയുടെ കമ്പോണന്റ് 4 ആണ്, ജെയുടെ കമ്പോണന്റ് -2 ആണ്, കെയുടെ കമ്പോണന്റ് 5 ആണ്. ദെൻ സെക്കൻഡ് ബി ആണ്. അപ്പൊ ബി എവിടെ നോക്കാം? ബിയിലും I കമ്പോണന്റ് 3 ആണ്, ജെ കമ്പോണന്റ് 1 ആണ്, എ കമ്പോണന്റ് -1 ആണ്. ഇവിടെ ഡിറ്റർമിനന്റ് ആയി. ഇനി ഇത് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? I ഇൻറ്റു, അല്ലെ, ഐയുടെ റോയും കോളും ഒഴിവാക്കുക. ദെൻ എന്ത് വരും? -2 ഇൻറ്റു -1 -1 ഇൻറ്റു 5, അല്ലെ, മൈനസ് ജെ ഇൻറ്റു, ഈ മൈനസ് ഫിക്സഡ് ആണ് കേട്ടോ ഡിറ്റർമിനന്റ് കാണുമ്പോൾ. മൈനസ് സെക്കൻഡ് ആയ ജെ എഴുതി, അതിന്റെ റോയും അതിന്റെ കോളും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? 4 ഇൻറ്റു -1 -3 ഇൻറ്റു 5, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ഇനി കെയുടെ ചെയ്യുക. കെ എന്ത് വരും? കെ ഇതേപോലെ കെയുടെ റോ ഒഴിവാക്കുക, കെ കിടക്കുന്ന കോളം ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള വെക്ടേഴ്സ് പരസ്പരം, അല്ലെ, പ്ലസ് കെ ഇൻറ്റു മൾട്ടിപ്ലൈ, അതായത് 4 ഇൻറ്റു 1 -3 ഇൻറ്റു -2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും?
മൈനസ് ഇവിടെ 2 മൈനസ് 5 മൈനസ് ജെ ഇൻറ്റു മൈനസ് 4 മൈനസ് 15 പ്ലസ് കെ ഇൻറ്റു 4 പ്ലസ് 6 അല്ലേ? എന്ത് വരും? -3i എന്ത് വരും? ഇവിടെ മൈനസ് ജെ ആണ്, ഇവിടെ -19 ഉണ്ട് അല്ലെ? -19 മൈനസ് ജെ എന്ന് പറഞ്ഞാൽ പ്ലസ് 19j പ്ലസ് 10k എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത്? എ ക്രോസ് ബി വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ എ ഡോട്ട് ബി ഒക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ സ്കേലാർ ആയിരുന്നു, ഒരു നമ്പർ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്ന ആൻസർ? ഒരു വെക്ടർ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഒരു പോയിന്റ് പോലെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എഗെയിൻ എന്തായിരിക്കും? എഗെയിൻ എ വെക്ടർ ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കി വെക്കാം. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും പുതിയൊരു വെക്ടർ ആയിരിക്കും. ഇനി നമുക്കറിയാം ഐയും ജെയും കെയും എന്താണെന്നൊക്കെ അറിയാം. ഈ ഐ ജെ കെ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും വരുന്ന അതേ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് ലെങ്ത് ഉള്ള വെക്ടേഴ്സ് ആണ് ഐയും ജെയും കെയും. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ സെയിം ആണെങ്കിൽ മാത്രം എന്താണ് ആൻസർ 1 ആയിരിക്കും അല്ലെ? സെയിം ആണെങ്കിൽ മാത്രം ആൻസർ 1 ആയിരിക്കും. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജെ ഡോട്ട് കെ വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏത്? നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട 3 വെക്ടേഴ്സ് ഉണ്ട്, ഐ ജെ കെ. അപ്പൊ ഇതിന്റെ ഓർഡറിൽ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇതേ ഓർഡറിൽ എടുക്കുമ്പോൾ ഐയും ജെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഐയും ജെയും കിട്ടുന്നത് കെ ആണ്. അതായത് റിമൈനിങ് അല്ലെ ഐ ക്രോസ് ജെ, തൊട്ടടുത്ത വെക്ടർ ആരാണോ കെ, അതാണ് ആൻസർ വരിക അല്ലെ? ഇനി ഇവര് തമ്മിലാണെങ്കിൽ ജെയും കെയും തമ്മിലാണെങ്കിലോ? ജെയും കെയും തമ്മിലാണ് തൊട്ടടുത്ത വെക്ടർ ആരാണ്? ഐ അല്ലേ? നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ തന്നെ കൺസിഡർ ചെയ്യണം. ജെ ക്രോസ് കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത വെക്ടർ ജെ ക്രോസ് കെ, അടുത്ത വീണ്ടും ഇങ്ങനെ വരുമല്ലോ, അപ്പൊ ഐ ആയിരിക്കും അല്ലെ? ഇനി കെ ക്രോസ് കെയും ഐയും, കെ കഴിഞ്ഞുള്ള അടുത്ത ആള് ഐ ആണ്, അപ്പൊ അയാളുമായിട്ട് ക്രോസ് ചെയ്ത അടുത്ത ആളൊരു ജെ വരും അല്ലെ? ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഇതെല്ലാം ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ്. ഇവിടുന്ന് ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ അല്ലെ, കെ ക്രോസ് ഐ. ഇത് തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് സൈൻ വരും. ഇവിടെ നോക്കുക, ജെ ക്രോസ് ഐ, ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ക്രോസ് ഐ നേരെ തിരിച്ചാണ് ചെയ്തത്. ജെ ആദ്യം എടുത്തു, ക്രോസ് ഐ എടുത്തു. അപ്പോൾ ബാക്കിയുള്ള വെക്ടർ ആരാണ്? കെ ആണ്. കെ ആണ് ആൻസർ. പക്ഷെ ജെ ക്രോസ് കെ തിരിച്ചാണ് ചെയ്തത്. ജെ ക്രോസ് ഐ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ചെയ്തത്. തിരിച്ചാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് അല്ലെ? അതുപോലെ തന്നെ കെ ക്രോസ് ജെ അല്ലെ, കെ ഇതാണ്, ക്രോസ് ജെ ബാക്കിലോട്ടാണ് ചെയ്തത്. അപ്പോൾ റിമൈനിങ് വെക്ടർ ഐ ആണ്, അപ്പൊ ആൻസർ ഐ ആയിരിക്കും. തിരിച്ചാണ് ചെയ്യുന്നുള്ളതുകൊണ്ട് മൈനസ് ഐ ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഐ ക്രോസ് ജെ, ഐ ക്രോസ് കെ ആണ്, അപ്പൊ ഐയുടെ ബാക്കിൽ കിടക്കുന്ന ആളാണ് ആര്? ഐ ജെ കെ. ഐയുടെ ബാക്കിലാണ് ആര്? കെ ഉള്ളത്. അപ്പൊ തിരിച്ചാണ് ചെയ്തത്. അപ്പൊ ആൻസർ റിമൈനിങ് വെക്ടർ ആയ ജെ ആയിരിക്കും. ആൻഡ് അഗെയിൻ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. പിന്നെ ഒരേ വെക്ടേഴ്സ് ആണെങ്കിൽ ആൻസർ വിൽ ബി എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് പോലെ അവിടെ 1 ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവിടെ ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, കെ ക്രോസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, ജെ ക്രോസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, പല സാഹചര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്നും ആവശ്യമില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എ ക്രോസ് ബിയുടെ ആൻസർ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടർ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ക്രോസ് പ്രൊഡക്റ്റിന് മാത്രം പറയാവുന്നതാണ്. നിങ്ങൾക്ക് എ ക്രോസ് ബി ചെയ്തിട്ട് ആൻസർ 0 ആണെങ്കിൽ എയ്തർ എ 0 ആയേ പറ്റൂ ഓർ ബി 0 ആയേ പറ്റൂ. ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും, അല്ലാതെ ഒരിക്കലും എന്ത് വരില്ല? ക്രോസ് പ്രൊഡക്റ്റ് 0 വരില്ല. ഇനി രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ പഠിച്ചു ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ? പക്ഷെ ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ബി ക്രോസ് എ അല്ല.
കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇവിടെ എന്താണ്? എ ക്രോസ് ബി മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ മനസ്സിലാക്കിക്കുക. ക്രോസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ക്രോസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ? ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒക്കെ എല്ലാം നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആയിരിക്കും. അതിലൊന്നും ഇതില്ല. ഇനിയിപ്പോൾ റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. സി പുറത്താണെങ്കിലും സെയിം ആണ്. ഇനി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെ ഒരു കോൺസ്റ്റന്റിനെ ബാധിക്കുന്നില്ല. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എ ക്രോസ് 2b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 2നെ പുറത്തേക്ക് എടുക്കാം. ക്രോസ് പ്രൊഡക്റ്റിലാണെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റിലാണെങ്കിലും ഒരേപോലെ തന്നെയാണ് അല്ലെ? കോൺസ്റ്റന്റ് പുറത്തേക്ക് ഇടുക. അതാണ് എഴുതിയിരിക്കുന്നത്. എ ക്രോസ് കെ ബി ഇറ്റ് സെയിം ആസ് കെ എ ക്രോസ് ബി. ഇനി ഇതല്ല, കെനെ പുറത്തെടുത്ത് എ ക്രോസ് ബി ചെയ്യാം. അതിലൊന്നും തെറ്റില്ല. ക്രോസ് പ്രൊഡക്റ്റ് ആയാലും ഡോട്ട് പ്രൊഡക്റ്റ് ആയാലും കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എപ്പോഴെങ്കിലും സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? സെയിം വെക്ടേഴ്സ് ആണ് നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കുന്നെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്. 5th വൺ, എ ഡോട്ട് എ ക്രോസ് ബി 0 ആയിരിക്കും. എ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താ റീസൺ? എ ഡോട്ട് എ ക്രോസ് എ ഡോട്ട് ബി ഇങ്ങനെയാണല്ലോ വരിക. സോ നമുക്കിവിടെ ഇതെന്തായിട്ട് മാറും? ആൻസർ വിൽ ബി 0 ആയിട്ട് മാറും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യം വരും. എ ഡോട്ട് എ ക്രോസ് ബിയും 0 ആണ്. അതുപോലെ ബി ഡോട്ട് എ ക്രോസ് ബിയും 0 ആണ്. അത് മനസ്സിലാക്കേണ്ട എന്താ? നമ്മൾ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരാളുമായിട്ട് വീണ്ടും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസർ വിൽ ബി 0 ആയിരിക്കും. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്താണ്? പാരലൽ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തു. ഇനി ഇവിടെ രണ്ട് വെക്ടേഴ്സ്, രണ്ട് സീറോ അല്ലാത്ത നോൺ സീറോ വെക്ടേഴ്സ് പാരലാണെങ്കിൽ, രണ്ട് പാരലാണെങ്കിൽ അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെയും ഒരു വെക്ടർ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാരലാണ് അല്ലെ? പാരലാണ്, സെയിം ഡിസ്റ്റൻസ് ആണ്, എവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ അല്ലെ? എ ഒരു വെക്ടർ അവർ തന്നിട്ടുണ്ട്, ബി എന്നുള്ള വെക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ വെദർ പാരലൽ വെക്ടേഴ്സ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡോട്ട് ബി കാണാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരലൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ക്രോസ് ബി ആണ് അല്ലെ? എ ക്രോസ് ബി ചെയ്ത് നോക്കുക. ആൻസർ 0 ആണെങ്കിൽ പാരലായിരിക്കും, 0 അല്ലെങ്കിൽ പാരലാവില്ല. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? എങ്ങനെ എ ക്രോസ് ബി ചെയ്യാം? ഡിറ്റർമിന്റ് വെച്ചിട്ടാണല്ലോ. ഡിറ്റർമിന്റ് ഫസ്റ്റ് റോ എന്തായിരിക്കും? ഐ ജെ കെ ആയിരിക്കും അല്ലെ? ഐ ജെ കെ. ഇനി ഫസ്റ്റ് എ ആണ് കിടക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഫസ്റ്റത്തെ ലെറ്റർ ആരാണോ ബി ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഫസ്റ്റ് ലെറ്റർ എ ആണെങ്കിൽ ആ എയുടെ കമ്പോണൻസ് ദാറ്റ് ഈസ് 2, 1, -1. അതുപോലെ തന്നെ ബി ആരായിരിക്കും? -6, -3, 3 ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിന്റ് കണ്ടാൽ മതി. 3/3 കാണാൻ അറിയാലോ. ഫസ്റ്റ് ഐ എഴുതുക, ദെൻ അതിന്റെ റോയും കോളും ഒഴിവാക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 - 3 എന്ന് വരും. ദെൻ മൈനസ് ജെ ഇൻറ്റു, ഈ മൈനസ് ഫിക്സഡ് ആണ്. ഡിറ്റർമിന്റ് കാണുമ്പോൾ സെക്കൻഡ് ടേം എഴുതുമ്പോൾ ജെ എഴുതുമ്പോൾ ഒരു മൈനസ് ഇടണം, -j. ദെൻ അതിന്റെ റോയും കോളും ഒഴിവാക്കാം. അപ്പൊ എന്ത് വരും? അഗെയിൻ 6 - 6 ആയിരിക്കും, പ്ലസ് കെ ഇൻറ്റു 2 ഇൻറ്റു -3, അഗെയിൻ -6 -6 ഇൻറ്റു 1 പറഞ്ഞാൽ -6 ആവും, -6 +6 ആവും. ആൻസർ എന്താണ്? I ഇൻറ്റു 3 - 3 0 ആണ്, -j ഇൻറ്റു 6 - 6 0 ആണ്, പ്ലസ് കെ ഇൻറ്റു -6 + 6 എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. സോ ആൻസർ വിൽ ബി എന്താണ്? 0 ആണ്. അപ്പൊ എ ക്രോസ് ബി എന്തായി? എ ക്രോസ് ബി 0 ആണെങ്കിൽ, എയും ബിയും പാരലൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? എ ആൻഡ് ബി ആർ പാരലൽ
വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് പാരലൽ വെക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാം. ആൻസർ കിട്ടുന്നത് 0 ആണെങ്കിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും.